പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചു. ക്രൈസ്തവ ലോകത്തെ ഒരു ആത്മീയ നേതൃത്വം, തലവൻ എന്നതിനൊക്കെ അപ്പുറത്ത് സാധാരണഗതിയിൽ ക്രൈസ്തവ ആചാര്യന്മാരെയും പിതാക്കന്മാരുമൊക്കെ മരിക്കുമ്പോൾ നമ്മൾ കാലം ചെയ്തു എന്ന് പറയാറുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിക്കുമ്പോൾ സ്വാഭാവികമായും തുല്യതയില്ലാത്ത, പകരം വെക്കാനില്ലാത്ത ഒരു കാലഘട്ടത്തിൻ്റെ അവസാനം തന്നെയാണ്. മാനവികതയെയും മനുഷ്യത്വത്തെയും ഉയർത്തിപ്പിടിച്ച, അരികുവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിച്ച, ഇപ്പോൾ ഇന്നാണ് മരിക്കുന്നത്. ഈസ്റ്റർ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൽ പോലും ഗസയിൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരോടുള്ള അദ്ദേഹത്തിൻ്റെ ദയാനുകമ്പ, ചേർത്ത് പിടിക്കൽ, അതൊക്കെ നമ്മൾ കണ്ടതാണ്. വിശപ്പ് അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ഇന്നലെ ഏറ്റവും ഒടുവിലത്തെ സന്ദേശത്തിൽ പോലും അദ്ദേഹം പറയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു ആത്മീയ നേതാവിനെ, ഒരു ലോക നേതാവിനെ നഷ്ടപ്പെടുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്തെല്ലാമാണ് ഈ ലോകത്ത്, വർത്തമാനകാല ലോകത്ത് അടയാളപ്പെടുത്തുന്നത് എന്നതുകൂടി സംസാരിക്കുകയാണ് നമ്മൾ. ദാവൂദ് സാഹിബ്, എങ്ങനെയായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിക്കപ്പെടുക? ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിത്തം അദ്ദേഹം തന്നെ ഇന്നലെ സൃഷ്ടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പബ്ലിക് അപ്പിയറൻസാണ് ഇന്നലെ ഈസ്റ്റർ ദിനത്തിലുണ്ടായത്. ഈസ്റ്റർ ദിന സന്ദേശം നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മട്ടുപ്പാവിൽ വന്ന് ജനങ്ങളോട് സംസാരിക്കുന്നു. അദ്ദേഹം സംസാരിക്കുന്ന വിഷയം എന്താണ്? ഇന്ന് ലോകത്തെ ഏറ്റവും പ്രസ്സിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ്, പലസ്തീനിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം, അതേക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം വെടിനിർത്തൽ വേണം, ദുരിതം അവസാനിക്കണം, മനുഷ്യരിങ്ങനെ യുദ്ധത്തിലും കെടുതിയിലും ജീവിക്കേണ്ടവരല്ല, സമാധാനമാണ് വേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതവിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ, ഏറ്റവും ശക്തവും സമ്പന്നവുമായ ഒരു സഭയുടെ പരമാധ്യക്ഷൻ വന്നിട്ട് ലോകത്തെ ഏറ്റവും പ്രസംഗമായിട്ടുള്ളൊരു ഇഷ്യൂ മുൻനിർത്തിയിട്ട് നീതിയുടെ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളത് ആ മനുഷ്യരോടുള്ള സ്നേഹവും റെസ്പെക്റ്റും അതിഭയങ്കരമായി വർദ്ധിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അദ്ദേഹം എപ്പോഴും ദീക്ഷിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രഖ്യാപിതമായിട്ടുള്ളൊരു നിലപാടാണ്. അത് അഭയാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിൽ, കുടിയേറ്റക്കാരുടെ കാര്യത്തിലാണെങ്കിൽ, യുദ്ധത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, എല്ലാറ്റിലും അദ്ദേഹം ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അത് ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലാണ്. ഏറ്റവും ആശ്ചര്യകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സാമാന്യമായ സഭാധാർമ്മികതകൾക്ക് യോജിക്കാത്തതെന്ന് നമ്മൾ പൊതുവെ കരുതപ്പെടുന്ന ഭിന്ന ലൈംഗിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവരുടെ അസ്തിത്വത്തെ മുൻനിർത്തി അദ്ദേഹം എടുത്ത നിലപാടുകൾ പൊതുവെ കത്തോലിക്ക സഭയുടെ അവരൊരു ബിബ്ലിക്കൽ റെഫറൻസും കാര്യങ്ങളൊക്കെ വെച്ച് എടുക്കാൻ സാധ്യതയില്ലാത്തൊരു നിലപാടാണ്. പക്ഷെ അദ്ദേഹം ഈ ഭിന്ന ലൈംഗികക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. അതൊക്കെ നിശ്ചയമായിട്ടും വ്യത്യസ്തമായ നിലപാടായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സംസാരം എന്ന് പറയുന്നത് ഇന്നലത്തെ ഈസ്റ്റർ ദിന സന്ദേശമാണ്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കത്ത്, ഞാൻ മനസ്സിലാക്കുന്ന അവസാനത്തെ കത്ത് തന്നെയായിരിക്കും എന്നുള്ളതാണ്. 2025 ഫെബ്രുവരി 25 അദ്ദേഹം ഇവിടെ US-ലെ ബിഷപ്പുമാർക്ക്, കത്തോലിക്ക ബിഷപ്പുമാർക്ക് ഒരു കത്ത് അയക്കുന്നുണ്ട്. ആ കത്ത് നമുക്ക് വറ്റിക്കാൻ്റെ വെബ്സൈറ്റിൽ പോയാൽ കാണാൻ പറ്റും. സാമാന്യം ദീർഘമായിട്ടുള്ള കത്താണ്. ഫ്രറ്റേണലി ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ടാണ് ആ കത്ത് അവസാനിപ്പിക്കുന്നത്. സഹോദര തുല്യനായ ഫ്രാൻസിസ്. ആ കത്തിൻ്റെ പശ്ചാത്തലം എന്താ പറയുക, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ക്രിസ്ത്യൻ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ അവരുടെ പത്രങ്ങൾ, മാധ്യമങ്ങൾ, കുറേ TV ചാനലുകൾ, YouTube ചാനലുകൾ, പത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. അതേപോലെ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും അധികം അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ലോക നേതാവ് ഡൊണാൾഡ് ട്രംപാണ്. ഡൊണാൾഡ് ട്രംപ് കത്തോലിക്കനല്ല, പക്ഷേ ആ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിനേക്കാളേറെ അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന നേതാവാണ് JD വാൻസ്, അവിടുത്തെ US വൈസ് പ്രസിഡൻറ്റ്. ഈ JD വാൻസ് എന്ന് പറഞ്ഞ ഒരു അഭിമാനിയായിട്ടുള്ള കത്തോലിക്കൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളാണ്. പ്രൈഡ് കാത്തലിക്. അദ്ദേഹം കത്തോലിക്ക വിശ്വാസം, കത്തോലിക്ക മൂല്യങ്ങൾ അതിനെ മുൻനിർത്തിയിട്ട് ലോകത്ത് വലിയ മാറ്റങ്ങൾ വരുമെന്നൊക്കെ ആ നിലയ്ക്ക് അദ്ദേഹത്തെ അതിഭയങ്കരമായി പ്രകീർത്തിക്കുന്ന ലേഖനങ്ങളും YouTube വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റും. കേരളത്തിൽ പോലും ഈ JD വാൻസ് ഒരു 2025 ജനുവരി 30 എൻ്റെ ഓർമ്മ, അദ്ദേഹം ഈ പറയുന്ന ഇമിഗ്രൻസിനെതിരെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന സമീപനങ്ങളെ ന്യായീകരിച്ചുകൊണ്ട്
ഒരു റെഫറൻസ് നടത്തുന്നുണ്ട്. ഓഡോ അമോറസ് എന്ന് പറയുന്ന ഒരു റെഫറൻസാണ്. ഒരു മധ്യകാലത്തുള്ള സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ഒരു തിയറിയാണ് ഓഡോ അമോറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ ഓഫ് ചാരിറ്റി. അതാണ് നമ്മളുടെ ചാരിറ്റിയുടെയും സ്നേഹത്തിൻ്റെയും അതിൻ്റെ പ്രിഫറൻസ് എന്തായിരിക്കണം? ആ പ്രിഫറൻസ് നമ്മളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളുകൾക്കായിരിക്കണം. നമ്മളുടെ ഏറ്റവും അടുത്ത ആളുകൾക്കാണ് നമ്മുടെ സ്നേഹവും കരുതലും നമ്മൾ നൽകേണ്ടത്. ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ആളുകൾക്കല്ല. അതാണ് ഓഡോ അമോറസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഓഡോ അമോറസ് ആണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ജെ.ഡി. വാൻസ് പറയുന്നത്. എന്താണ്? ഈ എങ്ങാണ്ടെന്നോ കയറി വന്ന ആളുകൾക്ക്, വിദൂരത്ത് നിന്ന് വരുന്ന ഈ ഇമിഗ്രൻസിന് അവർക്കല്ല പരിഗണന കൊടുക്കേണ്ടത് ആർക്കാണ്? അമേരിക്കക്കാർക്കാണ്. അപ്പോൾ അദ്ദേഹം കണക്ട് ചെയ്യുന്നതാണ് അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ലോഗൻ ഉണ്ടല്ലോ, പൊളിറ്റിക്കൽ ഇലക്ഷൻ ഇതാണ്, അതിനോട് കണക്ട് ചെയ്യാണ്. ഓരോ അമോറസ് എന്ന് പറയുന്ന സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ആ ഒരു തിയോളജിക്കൽ ബേസ് ഉണ്ട്. ആ ബേസിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത് എന്നാണ് ജെ.ഡി. വാൻസ് പറയുന്നത്. ഈ ആളുകളൊക്കെ ഓടിക്കുന്നതും ആരും ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുന്നു, വന്നവരെ പിടിച്ചു കെട്ടുന്നതും വണ്ടി കയറ്റി ചങ്ങലക്കിട്ട് കൊണ്ടുപോകുന്നതൊക്കെ ഓഡോ അമോറസിൻ്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹം സാധാരണ ഇങ്ങനെ ഓപ്പൺ ലെറ്റർ അയക്കുന്ന ആളല്ല പോപ്പ് ഫ്രാൻസിസ്. നമ്മൾ മനസ്സിലാക്കണം. ഈ വിശദമായ ഒരു കത്തയക്കുകയാണ്. ആ കത്തിൽ ജെ.ഡി. വാൻസിന് ഡയറക്റ്റായിട്ട് അഭിസംബോധന ചെയ്യുന്നൊന്നുമില്ല. ആ ബിഷപ്പുമാരോടാണ് പറയുന്നത് എന്താണ് ഈശോ മിശിയെ പഠിപ്പിച്ചത് എന്താണ്. അടിസ്ഥാനപരമായി ഇസ്രായേൽ ജനത എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു ഇമിഗ്രൻ്റ് കമ്മ്യൂണിറ്റിയാണ്, ഒരു പലായനം ചെയ്ത ജനതയാണ്. അപ്പോൾ പലായനത്തോടുള്ള സമീപനം എന്താണ്? പലായനം ചെയ്ത മനുഷ്യരോട് യേശുക്രിസ്തുവിൻ്റെ സമീപനം എന്താണ്? സഭയുടെ സമീപനം എന്താണ് എന്നതിനെക്കുറിച്ച് അദ്ദേഹം അതിവിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ മനുഷ്യരോട് മത്തായി 25-35 അതിനെ ഒരുപാട് ആളുകൾ ആ കത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഈ ജെ.ഡി. വാൻസിൻ്റെ നിലപാടുകളെ എതിർക്കുന്നുണ്ട്. ഈ മത്തായി 25-35 അവർ ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്യുന്നത്. എന്താണ്? ഞാൻ വിശന്നപ്പോൾ നിങ്ങളെനിക്ക് മാംസം തന്നു, ഞാൻ ദാഹിച്ചപ്പോൾ നിങ്ങളെനിക്ക് കുടിപ്പാൻ തന്നു, ഞാൻ അന്യനായപ്പോൾ നിങ്ങളെന്നെ അകത്തു കയറ്റി. അപ്പോൾ ഞാൻ അന്യനായിരുന്നപ്പോൾ നിങ്ങളെന്നെ അകത്തു കയറ്റി എന്ന് പറയുന്ന ഒരു ബിബ്ലിക്കൽ റെഫറൻസ് ഉള്ള നമ്മൾ ഈ പറയുന്ന ഓഡോ അമോറസിനെ തെറ്റായി അതിനെതിരായിട്ട് ഈ പറയുന്ന തിയോളജിക്കൽ സർക്കിളിൽ നിന്ന് തന്നെ വലിയ വിമർശനം ഉണ്ടായി. ആ വിമർശനം ഉന്നയിക്കാൻ ഈ ബിഷപ്പുമാരെ, കത്തോലിക്ക സഭാ നേതൃത്വത്തെയും അവർക്ക് ധൈര്യം നൽകിയത് ഇദ്ദേഹത്തിൻ്റെ ഈ കത്താണ്. അത് ഗംഭീരമായിട്ടൊരു കത്താണ്. അപ്പോൾ അതിനുശേഷം ഈ ജെ.ഡി. വാൻസ് ഒരു പരിപാടിയിൽ പറയുന്നുണ്ട്, പിന്നെ ഞാനൊരു ഒരു ബേബി കാത്തലിക്കാണ്, തിയോളജിക്കലായിട്ടുള്ള. കാരണം ഇദ്ദേഹം ജന്മന കാത്തലിക് അല്ല, പ്രൊട്ടസ്റ്റൻ്റാണ് ഈ ജെ.ഡി. വാൻസ്. 2019 കത്തോലിക്സിലേക്ക് അദ്ദേഹം കൺവേർട്ട് ചെയ്യുന്നത്. 2019 ഇപ്പോൾ 2025 6 വർഷമായിട്ടുള്ള. അപ്പം ഐ എം എ ബേബി കാത്തലിക്, ഞാൻ അങ്ങനെ ഭയങ്കര തിയോളജി ഒന്നും പറയാൻ പാടില്ല എന്നും ജെ.ഡി. വാൻസ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. അതിൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ലീഡർ എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു നയത്തെ തിയോളജിയുടെ, മതമീമാംസയുടെ അടിസ്ഥാനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തിരുത്താൻ ശ്രമിക്കുകയാണ് മാർപ്പാപ്പ ചെയ്യുന്നത്. അത് ഗംഭീരമായിട്ടുള്ളൊരു, അതാണ് യഥാർത്ഥ ഒരു ആത്മീയ നേതൃത്വം സാമാന്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. ഭരണകൂടങ്ങൾ ചെയ്യുന്ന സർവ്വകാര്യങ്ങൾക്ക് ഓശാന പാടുക, അതിന് ഹല്ലേലൂയ പാടുക, അതിന് ആധ്യാത്മികമായ മതപരമായ ബലം നൽകുന്ന റെഫറൻസുകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതാണ് സാമാന്യമായി പുരോഹിതന്മാർ ചെയ്യുന്ന പണി ചരിത്രത്തിൽ പല സന്ദർഭത്തിലും. ഭരണകൂടങ്ങൾക്ക് ടിപ്പണി രചിച്ചു കൊടുക്കുക, അവർ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകൾക്കും ആധ്യാത്മികതയും മതത്തിൻ്റെയും വേദഗ്രന്ഥത്തിൻ്റെയും പിൻബലം ഉണ്ടാക്കി കൊടുക്കുക എന്ന പണി ചെയ്യുന്ന പൗരോഹിത്യ പാരമ്പര്യമുള്ള ഒരു ലോകത്ത് അങ്ങനെയല്ല. നമ്മളുടെ ആധ്യാത്മിക പാരമ്പര്യം ഇതല്ല. നമ്മൾ പലായനം ചെയ്ത ഒരു ജനതയുടെ ഭാഗമാണ്, അതിൽ നിന്ന് ഉയർക്കൊണ്ട ഒരു വിശ്വാസധാരയുടെ ഭാഗമാണ് എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ആത്മീയ നേതൃത്വം, ഒരു ആത്മീയ കേന്ദ്രം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്നൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചരിത്രത്തിലൊന്നും ഓർമ്മിക്കപ്പെടും. പക്ഷേ ഇതിൽ അദ്ദേഹം വിടവാങ്ങുമ്പോൾ ദുഃഖകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അദ്ദേഹം പലസ്തീനെക്കുറിച്ചാണ് സംസാരിച്ചത്, വെടിനിർത്തലിനെ കുറിച്ചാണ് സംസാരിച്ചത്. അതിനുശേഷവും 90-ലേറെ മനുഷ്യർ, അതിൽ തന്നെ കുഞ്ഞുങ്ങൾ, മഹാഭൂരിപക്ഷം കുഞ്ഞുങ്ങൾ ഗസയിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണത്തിന് ശേഷം ഡസൻ കണക്കിന് കുഞ്ഞുങ്ങൾ അവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഇമിഗ്രൻസ്, ഈ
കുടിയേറ്റക്കാർക്കെതിരായിട്ടുള്ള നയങ്ങൾ അതിനെതിരെ അദ്ദേഹം ഗംഭീരമായി കത്ത് എഴുതി. അതിനുശേഷമാണ് ആളുകൾ ചങ്ങലൊക്കെ ഇട്ടിട്ട് വിമാനത്തിൽ കയറ്റി അയക്കപ്പെട്ടത്. അതും നോക്കണം, ഈ കൂടുതലും അയക്കപ്പെട്ടത് കത്തോലിക്കർ മഹാഭൂരിപക്ഷമായിട്ടുള്ള വെനസ്വേലയിലേക്കും എൽസാൽവഡറിലേക്കും കൊളംബിയയിലേക്കും ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കാണ്. അപ്പോൾ ഓഫ് കോഴ്സ് മാർപ്പാപ്പയ്ക്ക് ഏതെങ്കിലും നിലക്കുള്ള ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി, രാഷ്ട്രീയമായ ഒരു കാര്യം ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സ്പിരിച്വൽ അതോറിറ്റി ഉണ്ടല്ലോ, ആത്മീയമായൊരു അതോറിറ്റി, അതിനെ തരിമ്പും വിലവെക്കാത്ത രാഷ്ട്രീയ നേതൃത്വം കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ ലോകം, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ഇതിലൊരു എന്നെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്നൊരു ഘടകം എന്ന് പറയുന്നത്. സാമാന്യമായിട്ടൊരു മനുഷ്യ സമൂഹം നിലനിൽക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിന് ആധാരമായി സ്വീകരിക്കുന്ന രണ്ട് സംഗതികൾ. ഒന്ന് റൂൾ ഓഫ് ലോ ആണ്, നിയമത്തിൻ്റെ ഇതാണ്. ഇപ്പം ICC, ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അവരെല്ലാവരും ഒരേപോലെ ഫലസ്തീനിൽ സീസ് ഫയർ വേണം, ഈ പരിപാടി നിർത്തണം എന്ന് നിർദ്ദേശിക്കുന്നു, കൽപ്പിക്കുന്നു. ദാറ്റ്സ് പാർട്ട് ഓഫ് റൂൾ ഓഫ് ലോ. ഈ ഐക്യരാഷ്ട്രസഭ പ്രമേയത്തിലൂടെ പറയുന്നു ദാറ്റ് ഇസ് പാർട്ട് ഓഫ് റൂൾ ഓഫ് ലോ. അത് കേൾക്കുന്നില്ലല്ലോ, അത് നടപ്പിലാക്കപ്പെടുന്നില്ലല്ലോ. പിന്നെയുള്ളൊരു സാധ്യത എന്ന് വെച്ചാൽ റൂൾ ഓഫ് ദി സ്പിരിറ്റ് ആണ്. ആത്മീയമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു പ്രചോദനത്തിലൂടെയാണ് മനുഷ്യർ നന്നാവേണ്ടത് അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഏറ്റവും ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ കേന്ദ്രം അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ അതോറിറ്റി എന്ന് പറയുന്നതാണ് പോപ്പ്, മാർപ്പാപ്പ അല്ലെങ്കിൽ വത്തിക്കാൻ എന്ന് പറയുന്നത്. അവിടെ നിന്ന് വരുന്ന സന്ദേശം എന്താണ്? ഇത് തന്നെയാണ്. നിങ്ങൾ ഈ യുദ്ധവും പരിപാടികളും കുടിയേറ്റക്കാർക്കെതിരായുള്ള ഇടപാടുകൾ, ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന പരിപാടി നിർത്തണം. പക്ഷെ അത് പ്രായോഗികമായി അതിനൊരു എഫക്റ്റ് ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് റൂൾ ഓഫ് ലോയും റൂൾ ഓഫ് ദി സ്പിരിറ്റും രണ്ടും നിലനിൽക്കാത്തൊരു കാലത്ത് ഇങ്ങനെ ഒരു മഹാൻ ജീവിച്ചിരുന്നു, അദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്നുള്ള നിശ്ചയമായും ആവേശം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ അതിന് പ്രയോഗത്തിൽ ഒന്നും കാണുന്നില്ല എന്നുള്ളത് ഭയങ്കരമായി നമ്മൾ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ച്, കാലത്തെക്കുറിച്ച് വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. തീർച്ചയായും നിഷാദ്, 2012 അദ്ദേഹം പോപ്പാകുന്നത്. 13 വർഷം. ആ 13 വർഷത്തിൽ കൂടുതലും അദ്ദേഹം ഈ സമാധാനത്തിന് വേണ്ടിയുള്ള ആഹ്വാനമായിരിക്കും നടത്തിയിട്ടുണ്ടാവുക. അത്രയും കാലം ഈ സമാധാനത്തിന് വേണ്ടിയും വെടിനിർത്തലിന് വേണ്ടിയും ഒക്കെ ആഹ്വാനം ചെയ്തിട്ടും അതൊന്നും നടപ്പാക്കാൻ കഴിയാത്തതിൻ്റെ ഒരു വിഷമവും ദുഃഖവും ഒക്കെ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ. അല്ല, നേരത്തെ ദാവൂസായി പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് പോപ്പ് ഫ്രാൻസിസ് എന്തുമാത്രം ക്വാളിറ്റി ഉള്ള ഒരാളായിരുന്നു, എന്തുമാത്രം സ്വന്തം ജനതയെക്കുറിച്ച്, സഹോദരങ്ങളെക്കുറിച്ച്, മാനവരാശിയെക്കുറിച്ച് അദ്ദേഹത്തിന് കൺസേൺ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. അദ്ദേഹത്തിന് എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു ചോദിച്ചാൽ ലോക ഭരണകൂടങ്ങളിൽ മാത്രമല്ല, കത്തോലിക്ക സഭയ്ക്കകത്ത് തന്നെ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വാദങ്ങൾക്കും കൊണ്ടുവന്ന കാഴ്ചപ്പാടുകൾക്കും എന്തുമാത്രം സ്വീകാര്യത ഉണ്ടാക്കാൻ കഴിഞ്ഞു ചോദിച്ചാൽ സംശയമാണ്. ഫലസ്തീൻ വിഷയത്തിൽ നമ്മൾ നിൽക്കേണ്ടത് വേട്ടയാടപ്പെടുന്ന മനുഷ്യരുടെ കൂടെയാണെന്ന് അദ്ദേഹം നിരന്തരമായി പറഞ്ഞു അവസാന സന്ദേശത്തിലും. അതുകൊണ്ട് അദ്ദേഹത്തെ പിൻപറ്റുന്ന കേരളത്തിലെ സഭാ നേതാക്കളും അതിൻ്റെ വിശ്വാസി സമൂഹവും ആകെ ഫലസ്തീൻ വിഷയത്തിൽ എന്തുമാത്രം അവരുടെ മനസ്സ് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ പോപ്പ് പറഞ്ഞതിനൊപ്പം ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പോപ്പ് പറഞ്ഞിട്ടുള്ള സ്ത്രീകളെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടതുണ്ട്, അവർ ദൈവത്തിൻ്റെ സൃഷ്ടികളും തുല്യത അർഹിക്കുന്നവരുമാണ് എന്ന് പോപ്പ് പറഞ്ഞിട്ടുണ്ട്. LGBT കാര്യത്തിൽ പോപ്പ് എടുത്തിട്ടുള്ള പൊസിഷൻ, ഇതിനെല്ലാം പൂർണ്ണമായും കത്തോലിക്ക സഭ തന്നെയും സ്വീകരിച്ചുവോ, അതിൽ തന്നെയുള്ള ബിഷപ്പുമാരും കർദിനാൾമാരും സ്വീകരിച്ചോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. പക്ഷേ ലോകത്തിന് ഒരു ദിശാസൂചികയാകുന്ന നിലപാടുകൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ബൈബിൾ പറയുന്നുണ്ട്, തീപ്പൊരി ഉയരെ പാറും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി, യാതനയ്ക്കായി ജനിച്ചിരിക്കുന്നു എന്ന്. ബൈബിളിൽ മനുഷ്യർ യാതനയ്ക്കായി ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ യാതന മനുഷ്യൻ്റെ കൂടപ്പിറപ്പാണ്. ആ യാതനയെ അഡ്രസ്സ് ചെയ്യലാണ്, അതില്ലാതാക്കാനുള്ള പണിയെടുക്കലാണ് മാനവരാശിയുടെ ഉത്തരവാദിത്വം, ലോക നേതാക്കളുടെ ഉത്തരവാദിത്വം എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് കത്തോലിക്ക സഭയുടെ ആത്മീയ നേതാവാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് വല്ലപ്പോഴും മാത്രം മട്ടുപ്പാവിലെ കിളിവാതിലൂടെ വന്ന് കൈ ഉയർത്തി കാണിച്ച് മടങ്ങിയാൽ മതി, അല്ലെങ്കിൽ ഈസ്റ്ററിനും ക്രിസ്മസിനും സന്ദേശം കൊടുക്കാം, ഭരണകൂടങ്ങളെ ഡിസ്റ്റേബ് ചെയ്യാതിരിക്കാം, മനുഷ്യരുടെ പ്രശ്നങ്ങൾ വേണമെങ്കിൽ പരിധി കവിഞ്ഞൊന്നും പറയാതെയും ഇരിക്കാം. പക്ഷേ താൻ ജീവിക്കുന്ന കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കണം, മനുഷ്യരുടെ യാതന മനസ്സിലാക്കണം, അത് പരിഹരിക്കാൻ ഇടപെടണമെന്ന് അദ്ദേഹത്തിന് തോന്നി. മതങ്ങൾ എന്നത് ഏതോ കാലത്ത് എഴുതി വെക്കപ്പെടുകയും അതുപോലെ എല്ലാ കാലവും സഞ്ചരിക്കേണ്ട ഒന്നല്ല, മനുഷ്യൻ്റെ മാറുന്ന പ്രതിസന്ധിയെ അഡ്രസ്സ് ചെയ്യാനുള്ള ബാധ്യതയുണ്ടെന്ന് അയാൾ കരുതി. അതുകൊണ്ടാണ് അദ്ദേഹം വിവാഹമോചനവും പുനർവിവാഹവും എന്ന വിഷയത്തിനകത്ത് കുറച്ചുകൂടി ലളിതമായ നടപടികൾ കൊണ്ടുവരികയും അവരെ കൂടി കേൾക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഭിന്നലൈംഗികതയുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക സഭയ്ക്ക് മുൻപില്ലാതിരുന്ന നിലപാടുകൾ കൊണ്ടുവന്നു. എന്നിട്ട് ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എല്ലാവരും, അവരെ വിധിക്കാൻ കേവലമർത്യനായ ഞാൻ ആരാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നത്.
മനുഷ്യർ എവിടെയൊക്കെയാണ് വാതിലുകൾ തുറന്നു വെക്കേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്, ഫലസ്തീനിലെ മനുഷ്യർക്കെതിരെ, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ, അല്ലെങ്കിൽ ഈ പറയുന്ന LGBTQ അവർക്കെതിരെ എല്ലാം വാതിൽ അടച്ചു വെച്ച ശേഷം എല്ലാവരും നന്നായിക്കോളൂ എന്നല്ല പറയേണ്ടത്. എല്ലാവരെയും ചേർത്ത് നിർത്തിയിട്ടാണ് നന്നാക്കേണ്ടത്, ചേർത്ത് നിർത്തിയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എന്ന് വിചാരിച്ചിരുന്ന ഒരാൾ. അങ്ങനെയുള്ള ലീഡേഴ്സ് കുറവാണ്. ലോകത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് പോലും അങ്ങനെ സംസാരിക്കുന്നില്ല. അതേസമയം മാർപ്പാപ്പ സകല വിഷയത്തിലും സാധ്യമായ തരത്തിൽ മാനവികതയുടെ സന്ദേശം കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അദ്ദേഹത്തെ ഇപ്പം ലോകം വാഴ്ത്തുന്നത് എന്തുകൊണ്ടാണ്? ലോകത്തെ ഹെയ്റ്റേഴ്സ് ഇല്ലാത്ത ഒരു നേതാവ് എന്നൊക്കെ പറയില്ലേ, എല്ലാവർക്കും പല കത്തോലിക്ക ബിഷപ്പ്മാരെക്കുറിച്ചും മത നേതാക്കളെക്കുറിച്ചും പോപ്പ്മാരെക്കുറിച്ചും പലതരത്തിലുള്ള വിമർശനങ്ങൾ ചരിത്രത്തിലുണ്ട്. പല ഭരണകൂടങ്ങളുടെയും രാഷ്ട്രീയ പദ്ധതികൾക്ക് നിന്ന് കൊടുത്തുന്ന വിമർശനം നേരിടുന്നുണ്ട്. പക്ഷേ പോപ്പ് ഫ്രാൻസിസ് ഹെയ്റ്റേഴ്സ് ഇല്ലാത്ത ഒരു മത നേതാവാണ്. ലോകത്തെ മുഴുവൻ മനുഷ്യരും അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ വേദനിക്കുന്നു. പ്രത്യേകിച്ച് അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യർ, ദരിദ്രർ. എൻ്റേത് ദരിദ്രരുടെ സഭയാണ് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഈ സാമ്പത്തിക അന്തരം ഒരു ഗുരുതരമായ പ്രശ്നമാണെന്ന്, അത് പരിഹരിക്കുക ബാധ്യതയുണ്ട്. ഈ ഫിനാൻഷ്യൽ മനുഷ്യർക്കിടയിൽ ഒരു കൂട്ടം ആളുകൾ നിരന്തരം ദരിദ്രരാക്കപ്പെടുകയും ഒരു കൂട്ടം ആളുകൾ നിരന്തരം കോടീശ്വരന്മാരാവുകയും ചെയ്യുന്നു. പിശാചിൻ്റെ വിസർജ്യം എന്നാണ് ആ സാഹചര്യത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റേതൊരു ദരിദ്രരുടെ സഭയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരുന്ന ഒരാൾ. അപ്പോൾ അതിൻ്റെ പേരിലാണ് വേദനിക്കുന്ന മനുഷ്യർ, യാതന അനുഭവിക്കുന്ന മനുഷ്യർ അദ്ദേഹത്തെ അവരുടെ നേതാവായി കാണുന്നു, അവരിൽ പ്രത്യാശ കാണുന്നു, എല്ലാവർക്കും സമാധാനം അർഹതയുണ്ട് എന്ന് വിചാരിച്ച ഒരാൾ. അപ്പോൾ അതിനൊരു കാര്യം, ഒരു തുടർച്ച ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നത്. ഇനി തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന പോപ്പിനും പോപ്പ് ഫ്രാൻസിസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടിനെ അതിലംഘിച്ചു പോകാൻ കഴിയുമോ സംശയമാണ്. കാരണം പോപ്പ് ഫ്രാൻസിസ് കൊണ്ടുവരുന്ന കാഴ്ചപ്പാടുകൾക്ക് ലോകത്ത് ലഭിക്കുന്ന സ്വീകാര്യത, വിശ്വാസികൾ കിട്ടുന്ന സ്വീകാര്യത, എല്ലാ വിഭാഗം മനുഷ്യർക്കും ഇടയിൽ കിട്ടുന്ന, കത്തോലിക്ക സഭയ്ക്ക് പുറത്ത് കിട്ടുന്ന അക്സെപ്റ്റൻസ്, അത് സ്വാഭാവികമായും കത്തോലിക്ക സഭയിൽ ഇനി വരാൻ പോകുന്ന പോപ്പിനെയും സ്വാധീനിക്കുമായിരിക്കും. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി തുറന്ന കാഴ്ചപ്പാടുകൾ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന നേതാക്കളുണ്ടാവട്ടെ. എന്നാൽ ലോകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന സകല മനുഷ്യർക്കും, ഇൻഫ്ലുവൻസേഴ്സ് നമ്മൾ പറയുമല്ലോ, പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ടാവും, രാഷ്ട്രനായകന്മാരുണ്ടാകും, മത നേതാക്കളുണ്ടാവും. അങ്ങനെ സകല ഇൻഫ്ലുവൻസേഴ്സിനും ഒരു മാതൃകയാണ് പോപ്പ് ഫ്രാൻസിസ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇൻക്ലൂസീവ് ആവുക, എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന് പറയുന്ന വലിയ പാഠം ഈ നാശം പിടിച്ച കാലത്ത് നമ്മളെ പഠിപ്പിച്ച ഒരാളാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും അദ്ദേഹം വിടവാങ്ങുമ്പോൾ ഉറപ്പാണ് ഈ തലമുറ അദ്ദേഹത്തെ മിസ് ചെയ്യും, തർക്കമില്ല.